ഇന്നലെ H ഫോർ ഹ്യൂമിലിറ്റി ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ന് I ഫോർ ഇൻസ്പയർ. എല്ലാവർക്കും അറിയാം, പ്രചോദനം. നമ്മുടെ ഈ നടത്തവും നമ്മുടെ ഈ സന്തോഷവും എല്ലാം ഒരു പ്രചോദനമാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചോദനമായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രചോദനമായിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു കൊച്ചു കുഞ്ഞ് എണീറ്റ് നടക്കുമ്പോൾ അതൊന്ന് തറയിൽ വീഴുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ തറയിൽ 2 അടി കൊടുത്തിട്ട് പോട്ടെ പോട്ടെ മോനെ ശരിയാവും, അല്ലെങ്കിൽ മോളെ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് അതിനെ എന്ത് ചെയ്യും? വീണ്ടും നടത്താൻ ശ്രമിക്കുക. അതൊരു പ്രചോദനം കൊടുക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നു. അതേപോലെ തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് എന്ത് വന്നാലും ഒരു പ്രചോദനം തരാൻ മറ്റുള്ളവരുണ്ടാവുകയോ നമ്മൾ സ്വയം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. എല്ലാ ദുഃഖങ്ങളും മാറാനും ഒരുപക്ഷെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷവും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റാനായിട്ട് മറ്റുള്ളവരുടെ പ്രചോദനം. എന്നാലും ഇത്ര മെഡിക്കുകയാണല്ലോ, ഇപ്പോൾ ഒരു ജോലി കിട്ടിയില്ല, ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം കിട്ടും, നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ എല്ലാം നമ്മുടെ പരാജയങ്ങളിൽ നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്യാൻ, ഒരു പ്രചോദനം തരാൻ, ആരെങ്കിലും പരാജയങ്ങളിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ഉയർച്ചകളിലും ഒക്കെ ഒരു പ്രചോദനം തരാൻ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുക, നമ്മൾ സ്വയവും പ്രചോദനം കൊടുത്ത് നടന്നാലേ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നാളെ ജയിൽ തുടങ്ങും.